ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ മാർച്ച് 17 മുതൽ 26 വരെ ചില ട്രെയിൻ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കി. സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം. MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന MGR ചെന്നൈ ആലപ്പുഴ ഡെയിലി എക്സ്പ്രസ് 25 വരെ 30 മിനിറ്റ് വൈകി ഓടും. പാലക്കാട് എറണാകുളം മെമു 18 മുതൽ 26 വരെ ആലുവയിൽ യാത്ര അവസാനിപ്പിക്കും. ഈ ദിവസങ്ങളിൽ ആലുവയ്ക്കും എറണാകുളത്തിനുമിടയിൽ സർവീസ് നടത്തില്ല. എറണാകുളം പാലക്കാട് മെമു മാർച്ച് 18 മുതൽ 26 വരെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:45 പുറപ്പെടേണ്ട ട്രെയിൻ ആലുവയിൽ നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ 17 മുതൽ 26 വരെ ഗുരുവായൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 1:25 പുറപ്പെട്ട് ഇടപ്പള്ളിയിൽ സർവീസ് അവസാനിപ്പിക്കും. കൊല്ലം എറണാകുളം മെമു 17 മുതൽ 26 വരെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 5:55 പുറപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ യാത്ര അവസാനിപ്പിക്കും. തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ് 17 മുതൽ 26 വരെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വൈകിട്ട് 5:45 പുറപ്പെട്ട് ട്രെയിൻ കോട്ടയത്ത് യാത്ര അവസാനിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്റർനെറ്റ് ടെക്നോളജി പോളിസി മേഖലയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ അവസരവുമായി ഗൂഗിൾ സമ്മർ പബ്ലിക് പോളിസി ഫെലോഷിപ്പ് പ്രോഗ്രാം. വാഷിംഗ്ടൺ DC-യിലെ പബ്ലിക് ഇൻട്രസ്റ്റ് സംഘടനകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഈ ഫെലോഷിപ്പ് നൽകുന്നത്. ഇന്റർനെറ്റ് ടെക്നോളജി പോളിസി വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ സമ്മർ 2026 പബ്ലിക് പോളിസി ഫെലോഷിപ്പിലേക്ക് അപേക്ഷിക്കാം. വാഷിംഗ്ടൺ DC-യിലെ വിവിധ പബ്ലിക് ഇൻട്രസ്റ്റ് സംഘടനകളിൽ പ്രവർത്തിച്ച ടെക് പോളിസി വിഷയങ്ങളിൽ ഗവേഷണവും വിശകലനവും നടത്താനുള്ള അവസരമാണ് ഫെലോഷിപ്പ് നൽകുന്നത്. ഫെലോകൾക്ക് ഒരു ലീഡ് മെന്ററിന്റെ മാർഗനിർദ്ദേശത്തിൽ പോളിസി റിസർച്ച്, റിപ്പോർട്ടുകളും ധവളപത്രങ്ങളും തയ്യാറാക്കൽ, സർക്കാർ തല മീറ്റിംഗുകളും കോൺഫറൻസുകളും പങ്കെടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും. മികച്ച അക്കാദമിക് റെക്കോർഡും വിശകലനം, ഗവേഷണം, ആശയവിനിമയം കഴിവുകളുമുള്ള വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഫുൾ ടൈം ഫെലോകൾക്ക് $12,000 വരെ സ്റ്റൈഫൻഡും പാർട്ട് ടൈം ഫെലോകൾക്ക് $6,000 വരെ സ്റ്റൈഫൻഡും ലഭിക്കും. ഫെലോഷിപ്പ് 2026 ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കും. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാമെങ്കിലും ഫെലോഷിപ്പ് ലഭിക്കുന്ന രാജ്യത്ത് ജോലി ചെയ്യാനുള്ള നിയമപരമായ അനുമതി ഉണ്ടായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 9 വരെ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബെവ്കോ പ്രീമിയം കൗണ്ടറിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഉത്തരവ് പിൻവലിച്ചു. മാർച്ച് 17 മുതൽ പണമിടപാട് നടത്താം. നീക്കം പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. ബെവ്കോ പ്രീമിയം കൗണ്ടറുകളിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഉത്തരവ് പിൻവലിച്ചു. മാർച്ച് 17 മുതൽ പണമിടപാട് നടത്താം. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്ന് ഹർഷിത അട്ടല്ലൂരി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. കറൻസി ഇടപാടുകൾ ഇല്ലാതാകുന്നതോടെ മദ്യവിതരണത്തിനുള്ള സമയം ലാഭിക്കുക, തിരക്ക് കുറയ്ക്കുക, ഇടപാട് രേഖകൾ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ബെവ്കോ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നത് ബുദ്ധിമുട്ടുകൾ കൂടുമെന്നും ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമാകുമെന്നും ആശങ്ക ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡിജിറ്റൽ പേയ്മെന്റ് മാത്രം എന്ന ഉത്തരവ് പിൻവലിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം മൺസൂൺ മഴ സാധാരണയിലേക്കാൾ കുറയാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പസഫിക് സമുദ്രത്തിലെ താപനില വർധനവിലൂടെ രൂപപ്പെടുന്ന എൽ നിനോ പ്രതിഭാസം ശക്തമാകുന്നതാണ് പ്രധാന കാരണം. എൽ നിനോ പ്രതിഭാസം ഈ വർഷം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ശക്തമാകുമെന്ന് നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് അറിയിച്ചു. ഇതിന്റെ ഫലമായി ചൂട് വർദ്ധിക്കുകയും മൺസൂൺ മഴ ദുർബലമാവുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കാലാവസ്ഥാ പ്രവചന സെന്റർ നടത്തിയ നിരീക്ഷണ പ്രകാരം ജൂൺ ഓഗസ്റ്റ് കാലയളവിൽ എൽ നിനോ ഉണ്ടാകാനുള്ള സാധ്യത 62%. തുടർന്നുള്ള മാസങ്ങളിൽ ഇത് 80% ഉയർന്നേക്കും. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ ഉപരിതല താപനില ഉയർന്നു പോകുന്നതാണ് എൽ നിനോ. ഈ പ്രതിഭാസം സാധാരണയായി മൺസൂൺ മഴയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. 1980 മുതൽ ഇതുവരെ 14 തവണ എൽ നിനോ ഉണ്ടായിട്ടുണ്ട്. അതിൽ 9 തവണയും സാധാരണയിലധികം കുറവ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1997 എൽ നിനോ ഉണ്ടായിരുന്നുവെങ്കിലും മൺസൂൺ സാധാരണ നിലയിൽ തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.